ഞാൻ മോന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ കാണിക്കണേ. അപ്പം ഞാൻ ഇന്ന് ഓട്സാണ് കഴിക്കണേ. അപ്പോൾ ഓട്സ് വേണമെന്നാണ് കേട്ടോ പറയണത്. അപ്പം ഞാൻ ഓക്കെ ശരി ഓട്സെങ്കിലും ഓട്സ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോന് ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഞാൻ ആദ്യം മുട്ട കേട്ടോ പുഴുങ്ങുക. അപ്പോൾ ചിലപ്പം ഞാനത് ഹാഫ് ബോയിലായിട്ടോ പുഴുങ്ങുക. അപ്പോൾ അതിൻ്റെ ഉണ്ണിയും കൂടി കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഓട്സ് എടുത്തിട്ട് 2 സ്പൂൺ ഇങ്ങനെ വായിലിട്ടിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ എനിക്ക് തിരിച്ചു തന്നു കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞിട്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. രാത്രി ഫുള്ള് ഫീഡ് ചെയ്തിട്ടാണ് എണീറ്റ് വരിക ആശാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിശപ്പില്ലാന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കഴിച്ച വശം തന്നെ തിരിച്ചിങ്ങോട്ട് തുപ്പി വേണ്ടാ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനി മുട്ടയാണുള്ളത്, അതെങ്ങനെയെങ്കിലും നമുക്ക് കഴിപ്പിക്കണം കേട്ടോ. ഞാൻ നിർബന്ധിച്ചങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കൊടുക്കാറില്ല. 2 ഉരുളയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഞാൻ പുഷ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ കളർ ചെയ്യാൻ വേണ്ടി ഇരുത്തി. അപ്പോൾ ആപ്പിളും 2 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ പ്ലെയിൻ പാലാട്ടോ കൊടുക്കാറ്. അപ്പോൾ ചൂടാറിയിട്ട് കുറേശ്ശെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 2-3 കവിള് കുടിപ്പിക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു 2-3 കവിളേ കുടിച്ചിട്ടുള്ളൂ, ബാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ വാശി പിടിച്ചിട്ട് അങ്ങനെ കുടിപ്പിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കളിക്കുമ്പോൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പാല് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡിങ്ങും അവന് എന്തായാലും ആവശ്യമാണ് കേട്ടോ. അത് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാല് ഇത്തിരി ഇങ്ങനെ കളർ ചെയ്യണതിൻ്റെ ഇടയിലും ഇങ്ങനെ കൂടെ ഇരിക്കണം കേട്ടോ, കളർ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് വേണ്ട പറഞ്ഞ് തല താത്തി മാറ്റിയിട്ടോ. അപ്പോൾ പിന്നെ അത് കൊടുത്തില്ല. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കൈയൊക്കെ ആക്കി കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചയാവാറാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണേക്കാളും കുറച്ച് മുന്നേ ഞാൻ അനാറ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും. ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും. അതിപ്പോൾ എന്ത് ഫ്രൂട്ട്സ് ആയാലും കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ. അപ്പം ഞാൻ ഒരു അങ്ങനെ സമയമൊന്നുമില്ല, ഏകദേശം ഇങ്ങനെ വിശപ്പാറാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ച് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ ഉച്ചത്തെ ഫുഡ് കൊടുക്കുക. അത് ചിലപ്പോൾ ഉച്ച എന്ന് കുറച്ച് 2 മണിയൊക്കെ ആവും ചിലപ്പോൾ. അതിൻ്റെ ഇടയിൽ ഫീഡിങ് നന്നായി കഴിഞ്ഞിട്ടാവും ഉറങ്ങിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ ചോറ്, അത് ഓരോ ദിവസത്തിൻ്റെ രീതിയിലിരിക്കും. അപ്പോൾ ഞാൻ മോര് കാച്ചിയതും ഇത്തിരി മീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തത്. അതും കൂട്ടിയിട്ടാട്ടോ കൊടുക്കുന്നത്. നമ്മൾ കഴിക്കണ എന്തോ ഞാൻ അതൊക്കെ തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതാ കുറച്ച് ചോറ് കഴിച്ച് ഒരു 2-3-4 ഉരുള കഴിച്ചപ്പോഴേക്കും മതി പറഞ്ഞു. പിന്നെ ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങുമൊക്കെ കഴിഞ്ഞ് വീണ്ടും എണീറ്റിട്ട് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സീസൺ ആയ കാരണം ഞാൻ കുറച്ചധികം വാങ്ങിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. ഭയങ്കര സ്വീറ്റാണ് ഇവിടുത്തെ മാങ്ങയ്ക്ക്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ പീച്ചി ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. പിന്നെ രാത്രി ഞാൻ സെയിം ചിലപ്പോൾ കഞ്ഞിയോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം.